കുടകിൽ ട്രക്കിങ്ങിന് പോയ മലയാളി യുവതിയെ കാണാതായി. കണ്ണൂർ സ്വദേശിനിയായ ശരണ്യയാണ് കാണാതായത്. പോലീസിന്റെയും വനം വകുപ്പിന്റെയും നേതൃത്വത്തിൽ തിരച്ചിൽ തുടരുകയാണ്. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് അജീഷ് ജയകുമാർ ചേരുന്നു. അജീഷ് ജയകുമാർ, എന്തൊക്കെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? ദിലീപ്, ഏപ്രിൽ 2-നാണ് ശരണ്യ ഈ കുടകിൽ ഒരു വനത്തിൽ ട്രെക്കിങ്ങിന് പോയത്. കൊച്ചിയിൽ നിന്നാണ് ഇവർ കുടകിലേക്ക് യാത്ര ചെയ്തത്. കണ്ണൂർ സ്വദേശിനിയാണ്, IT പ്രൊഫഷണലാണ്. ഈ യാവകപ്പടി എന്ന ഗ്രാമത്തിലെ ഒരു ഹോം സ്റ്റേയിലായിരുന്നു ഇവരുടെ താമസം. ഒറ്റയ്ക്കായിരുന്നു താമസം. അവിടുന്ന് വനം വകുപ്പ് ചെക്ക് പോസ്റ്റിൽ തിരിച്ചറിയൽ കാർഡും ഈ വിവരങ്ങളും അടക്കം നൽകിയതിനു ശേഷമാണ് അവർ ട്രക്കിങ്ങിന് കയറിയത്. ശരണ്യ വഴി തെറ്റിയ ഉൾക്കാട്ടിൽ പോയതാകാമെന്നുള്ള ഒരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. കഴിഞ്ഞ 2 ദിവസമായി ഇവർക്കായി വനം വകുപ്പും പോലീസും നാട്ടുകാരും ചേർന്ന് തെരച്ചിൽ നടത്തുന്നുണ്ട്. അവിടെ കുടക് ജില്ലയിലെ കക്കബയ്ക്കടുത്തുള്ള തടിയണ്ടമോൾ കുന്നിലേക്കാണ് ഇവർ ട്രക്കിങ്ങിന് പോയത്. അവിടെ വലിയ മഴയുണ്ടെന്നാണ് ഇപ്പോൾ അവിടുത്തെ പ്രാദേശിക മാധ്യമപ്രവർത്തകർ അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല വന്യമൃഗ ശല്യവുമുള്ള പ്രദേശം കൂടിയാണ്. പോലീസിന്റെയും വനം വകുപ്പിന്റെയും ഡോഗ് സ്ക്വാഡിന്റെയും 4 സംഘങ്ങൾ വെവ്വേറെയായിട്ടാണ് ഇപ്പോൾ ഇവരെ കണ്ടെത്താനുള്ള ഒരു തീവ്രമായ തെരച്ചിൽ നടത്തുന്നത്. എന്തായാലും ഏപ്രിൽ 2-നാണ് ഈ പെൺകുട്ടിയെ കാണാതായത്. 36 വയസ്സാണ് ശരണ്യ. കണ്ണൂർ സ്വദേശിയാണ്. കൊച്ചിയിലാണ് ഇപ്പോൾ അവർ ജോലി ചെയ്യുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.